ദുബായ് മാളും ബുർജ് ഖലീഫയും ദുബായിൽ വന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ഈ രാജ്യം വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ എല്ലാവരും ഏറ്റവും കൂടുതൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വിസിറ്റിംഗ് പ്ലേസ് ആണ് ദുബായ് മാളും അതുപോലെ തന്നെ ബുർജ് ഖലീഫയും. ഇവിടേക്ക് വന്ന് വളരെയധികം വർഷങ്ങൾ ജോലി ചെയ്തിട്ട് പോലും ബുർജ് ഖലീഫയുടെ മുകളിൽ കയറണം, അതിന്റെ മുകളിൽ നിന്ന് ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാതെ പോകുന്ന നിരവധി ആളുകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ദുബായ്. ഇന്നലെ ഒരിക്കൽ കൂടി ബുർജ് ഖലീഫയുടെ മുകളിൽ കയറാനുള്ള ഭാഗ്യമുണ്ടായി. 124, 125 ഫ്ലോറിലാണ് സാധാരണ പോകാറുള്ളത്. അതിന്റെ മുകളിലേക്കും പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ ടിക്കറ്റിന് വേറെ റേറ്റാണ് വരുന്നത്. 179 ദിർഹംസ്, 179 ദിർഹംസ് ആണ് 2 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാ ആളുകൾക്കും സെയിം ടിക്കറ്റാണ് പ്രൈസ് വരുന്നത്. ഫസ ഡിസ്കൗണ്ട് കാർഡ് ഉള്ള ആളുകൾക്ക് 20% ഡിസ്കൗണ്ട് നമുക്ക് അവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കും കിട്ടും. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്താൽ ആ ഡിസ്കൗണ്ട് കിട്ടില്ല. മാക്സിമം 4 ടിക്കറ്റുകൾക്ക് വരെ ഫസ ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ ആണ്. നേരത്തെ റിസർവ് ചെയ്യുന്ന സമയത്ത് ബുർജ് ഖലീഫയും ദുബായ് അക്വേറിയം കൂടിയിട്ടുള്ള കോംബോ ടിക്കറ്റുകൾ കിട്ടുമായിരുന്നു. 249 ആയിരുന്നു അതിന്റെ പ്രൈസ്. ഇപ്പോൾ അങ്ങനത്തെ കോംബോ ടിക്കറ്റുകളില്ല. രണ്ടും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ദുബായ് അക്വേറിയത്തിന്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ 199 ആണ് ഇപ്പോഴത്തെ ബേസ് പ്രൈസ്. അവിടെയും ഫസ ഡിസ്കൗണ്ട് കാർഡുള്ള ആളുകൾക്ക് 25% ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ ആണ്. ബുർജ് ഖലീഫ, അക്വേറിയം, പിന്നെ പുറമെയുള്ള ഡാൻസിങ് ഫൗണ്ടൻ. സാധാരണ പകൽ സമയത്ത് ഡാൻസിങ് ഫൗണ്ടൻ അങ്ങനെ കാണാൻ കിട്ടാറില്ല. എന്തായാലും ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം അവിടെ ചെന്ന സമയത്ത് ഡാൻസിങ് ഫൗണ്ടനും കൂടി കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. വൈകുന്നേര സമയങ്ങളിലാണ് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡാൻസിങ് ഫൗണ്ടൻ ഉണ്ടാവാറ്. പൊതുവെ പകൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ പകൽ അവിടെ സ്ഥിരമായിട്ടുണ്ടാവും. ഞാൻ മുമ്പ് പോയപ്പോൾ കാണാത്തതായിരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും വൈകുന്നേര സമയത്ത് ഡാൻസിങ് ഫൗണ്ടൻ കാണാൻ വേണ്ടി ഒരിക്കൽ കൂടി അവിടെ പോകാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെയുള്ള പ്രധാന അട്രാക്ഷൻ അക്വേറിയമാണ്. അക്വേറിയം കൂടാതെ ഒരു വാട്ടർഫോൾ, ദ വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഏരിയയും കൂടി അതിൻ്റെ അകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഒരു സഞ്ചാരി എന്നുള്ള നിലയ്ക്ക് ദുബായ് മാളിൻ്റെ അകത്ത് പോയി കാണാനുള്ളത്. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ദുബായ് മാളിനകത്തെ ഷോപ്പിംഗ് ആണ്. അത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല ദുബായ് മാളിലൊക്കെ പോയി അവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടോപ്പ് ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഷോപ്പിംഗ് ചെയ്യാന്നുള്ളത്. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അവിടെ പോയി ആ മാളൊക്കെ കറങ്ങി കണ്ട് അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ ആഗ്രഹങ്ങൾ മനസ്സിലുള്ള ആളുകൾക്ക് ബുർജ് ഖലീഫയുടെ മുകളിലോ അക്വേറിയത്തിൻ്റെ അകത്തോ ഒക്കെ ഒന്ന് കയറി തിരികെ പോരുക എന്നുള്ളതാണ് സാധാരണയുള്ള ഒരു രീതി. അബുദാബിയും ദുബായും കാണാനായിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും, എൻ്റെ റിലേറ്റീവ്സായിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളെയും ബുർജ് ഖലീഫയുടെ മുകളിൽ കൊണ്ടുപോയി കാണിക്കാനും പറ്റിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുവട്ടിൽ നിരവധി ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലെ ഒരുപാട് വലിയ ആഗ്രഹമാണ്. കുറേ വർഷങ്ങളായി UAE വന്ന് ജോലി ചെയ്യണു, ഇതുവരെ ബുർജ് ഖലീഫയുടെ മുകളിൽ പോകാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം മിറാക്കിൾ ഗാർഡനിൽ ഞങ്ങൾ പോയ വീഡിയോ ഇട്ട സമയത്ത് ഒരു സുഹൃത്ത് അങ്ങനെ ചുവട്ടിൽ കമൻറ്റ് ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങളായി ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു, മനസ്സിലുള്ള വലിയ ആഗ്രഹമാണ് മിറാക്കിൾ ഗാർഡൻ്റെ അകത്തുനിന്ന് പോകണം എന്നുള്ളത്, ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ആ ഒരു കമന്റ് ഇട്ട സുഹൃത്തിന്റെ ആഗ്രഹം അധികം വൈകാതെ തന്നെ സാധിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അവരെ പേഴ്സണലി കോൺടാക്ട് ചെയ്തായിരുന്നു. അനിയനും ഫാമിലിയൊക്കെ തിരിച്ചു പോയി കഴിയുമ്പോൾ തിരക്കുകൾ കുറഞ്ഞു കഴിയുന്ന സമയത്ത് അവരെയും കൊണ്ട് ഒരു ദിവസം മിറാക്കിൾ ഗാർഡൻ പോയി കാണാനും അവരുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനും കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. മിറാക്കിൾ ഗാർഡൻ മാത്രമല്ല, ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ബുർജ് ഖലീഫയിലും കയറാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിലുള്ള മോഹമാണ്. കുറേ വർഷങ്ങളായി ഇവിടെ ഒന്ന് ജോലി ചെയ്തിട്ടും ആ ഒരു ആഗ്രഹം സാധിച്ചില്ല. അത് നടത്തി തരാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ച് കമൻറ്റുകൾ വരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എല്ലാ ആളുകളുടെയും എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് എപ്പോഴും സാധിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല. എങ്കിലും ഒരാളുടെയെങ്കിലും കുറേ കാലമായിട്ടുള്ള ആഗ്രഹം നമ്മളെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ വലിയ കാശുകാരനായിട്ടോ വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടോ വലിയ ബിസിനസ്സുകാരനായിട്ടോ ഒന്നുമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരാളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കൊക്കെ എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ കുട്ടിക്കാലത്തും ഇതുപോലെയുള്ള ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് സാധിച്ചു നൽകിയിരുന്നെങ്കിലെന്ന് ഞാനും ഒരുപാട് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. കുറേ വർഷങ്ങളായി ഈ രാജ്യത്ത് വന്ന് ജോലി ചെയ്യുന്ന ബുർജ് ഖലീഫയിൽ കയറണമെന്ന് ഒരുപാട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യാം. പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക്, അർഹതപ്പെട്ട ഒരാൾക്ക് തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ബുർജ് ഖലീഫയിൽ കയറാനുള്ള ഒരവസരം കൂടി നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്ന, പ്രോത്സാഹനങ്ങൾ നൽകുന്ന, നല്ല വാക്കുകൾ പറഞ്ഞ് നമുക്ക് പിന്തുണ നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.